ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കും. ആരോഗ്യസ്ഥിതി മോശമായി കിടപ്പിലായ കടുവ കൂട്ടിൽ കയറാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിലെ പൊന്തക്കാടിനോട് ചേർന്നുള്ള ചതുപ്പ് നിലത്തിലാണ് അവശ്യനിലയിലുള്ള കടുവയുള്ളത്. വനം വകുപ്പ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് കടുവയെ കണ്ടെത്തിയത്. കടുവ കൂട്ടിൽ കയറാൻ സാധ്യതയില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതോടെയാണ് മയക്കുവെടി വെച്ച് കടുവയെ പിടിക്കാൻ തീരുമാനിച്ചത്. മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനം വകുപ്പ് ആരംഭിച്ചുവെങ്കിലും വെളിച്ചക്കുറവ് അനുഭവപ്പെട്ടതോടെ 6:30 ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ആയതുകൊണ്ട് നമുക്ക് ഡാർട്ട് ചെയ്യാനായിട്ടുള്ള എയിം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നാളെ രാവിലെ തന്നെ വീണ്ടും ഓപ്പറേഷൻ പുനരാരംഭിക്കുന്നതാണ്. രാവിലെ നമ്മൾ 7 മണിക്ക് ശേഷമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റിൻ്റെ ഒരു ഇതും കൂടെ നോക്കും. ഇന്ന് നമുക്ക് മിസ്റ്റ് ക്ലിയർ ആയാലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 7 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ. അതിൻ്റെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അനിമൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രോൺ വെച്ച് നിരീക്ഷിച്ചപ്പോൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിമലിൻ്റെ ഹെൽത്ത് വലിയൊരു പ്രോബ്ലം ഉള്ളതായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല. പക്ഷേ വീക്കാണ്. അതിൻ്റെ ഇഞ്ചുറി ഉണ്ട്, കാലിന് ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ട് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. സ്റ്റിൽ അനിമൽ ഹെൽത്തിയാണ്. തേക്കടിയിൽ നിന്നും കോട്ടയത്ത് നിന്നും വെറ്റിനറി സർജന്മാർ കടുവയെ നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യനില പരിശോധിച്ച ശേഷമാവും മയക്കുവെടി വെക്കുക. ദൗത്യം നീണ്ടുപോകുന്നതിലെ ആശങ്ക ജനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദൗത്യം ഉടൻ പൂർത്തിയാക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടിയാൽ തേക്കടിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, ഇടുക്കി.